ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സ്പൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചതാണിത്. 2 ക്യാരറ്റ്, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ഒരു 4 കുരുമുളക്, ഇത്രയും ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ആദ്യം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിലേക്ക് ഞാനൊരു 50 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നത്. ഞാനിതിൽ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വെളിച്ചെണ്ണ ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതിലേക്ക് ഞാനൊരു 6 സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതാണ് ഞാൻ അതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഞാനിതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യാം. ഈ ഇഞ്ചിയും ഗാർലിക് പേസ്റ്റും ഈ സവാളയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അടുത്തത് ഇതിൻ്റെ പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളിതിൽ ചേർക്കണം. അതിൽ പ്രധാനമായിട്ട് ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് എന്നിവയാണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഞാനിത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അപ്പോൾ ഞാനിതൊന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കുക. അതിലേക്ക് ഇതിപ്പോൾ 3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു പുളിരസം കിട്ടുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മൾ ചേർക്കുന്നതാണ്. ഞാനിവിടെ 2 ചെറിയൊരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ തക്കാളിയും അതുപോലെ തന്നെ നമ്മളുടെ ഈ സബോളയും കൂടിയിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. അതിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 2.5 ടീസ്പൂൺ ഇതേപോലെ തന്നെ നമ്മളുടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഗരം മസാല, അത് ഞാനിവിടെ തന്നെ പാക്കറ്റ് ഒന്നിച്ച് മേടിച്ച് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിൽ ഗരം മസാല ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഈ എല്ലാ ചേരുവകളും ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി അതിലേക്ക് ഞാനൊരു 50 ഗ്രാമോളം മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും അരിഞ്ഞിട്ട് ഞാനിതിലേക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി അതും നന്നായിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ദം ബിരിയാണിയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് അതിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കട്ടത്തൈര്. ഞാനിവിടെ മിൽമയുടെ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പാക്കറ്റ് തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പുളി കുറവായിട്ടുള്ള നല്ല കട്ടത്തൈരാണ് അത്. ഇതേപോലെ തന്നെ നമ്മളിതിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വേവിച്ചിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ അതിലേക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിത് അടച്ച് വെച്ച് വേവിച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ട്. ആ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നന്നായിട്ട് ഈ ചിക്കനും ഈ മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് അതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിക്കും. ഞാനൊരു ലേശം ഉപ്പ് കുറവ് ഉള്ള കാരണം കൊണ്ട് ലേശം കൂടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൂടി ഇളക്കിയിട്ട് ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായിട്ട് എടുത്ത് നല്ല വറ്റി നല്ല ഫ്ലേവറുള്ള അടിപൊളി മസാലയാണ് ആയിട്ടുണ്ടത്. ദമ്മിടാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് ഉണ്ട്. ആ റൈസാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാത്രത്തിലേക്ക്. ഇനി അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചത്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, ഇതൊക്കെ ഞാൻ കുറച്ച് വെതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതേപോലെ തന്നെ
അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് വളരെ പ്രസ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട, വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് ദം ചെയ്യുന്ന സമയത്ത് അത് നല്ല സെറ്റായിട്ട് വരും. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ലെയർ റൈസ്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, ഉള്ളി, ചിക്കൻ മസാല, പിന്നെ റൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ലെയർ ഞാൻ പിന്നെ റൈസ് ഇട്ടു. ഏറ്റവും ടോപ്പ് ലെയർ ഇതായിട്ട് ഞാൻ റൈസാണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ റൈസ് ഇപ്പോൾ ദം ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഇതേപോലെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റോറും ഒട്ടിച്ചിട്ട് പാത്രം വെച്ച് വീണ്ടും ഞാനത് പ്രസ് ചെയ്ത് അത് ഒട്ടിക്കുകയാണ്. ഞാൻ ഇവിടെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടറാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു 2-3 ലിറ്റർ വെള്ളം നന്നായി തിളപ്പിച്ച് ആ ചൂടുള്ള പാത്രം തന്നെയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ദം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ചിരട്ടക്കനലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാനിൻ്റെ വെറൈറ്റി ആയിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയത് സാധാരണ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിതാ ദം 15 മിനിറ്റ് കണ്ട് ഞാൻ ദം പൊട്ടിക്കുകയാണ്. അപ്പോൾ നല്ല സുഖകരമായിട്ടുള്ള മണം, നല്ല ഫ്ലേവറായിട്ടുള്ള നല്ല ഫ്ലേവർ, നമ്മൾ ദം ബിരിയാണിൻ്റെ എല്ലാ തരത്തിലുള്ള സ്മെല്ലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ദം ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം, നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്നും ഞെക്കാൻ മറക്കരുത്, എന്നാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.